മാജിക് മോൺ. നിങ്ങളെ മൊബൈലിലെ സ്ക്രീനിൽ ഒന്ന് ടച്ച് ചെയ്യാം. ആ സ്ക്രീനിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ട് വീഡിയോ എന്നൊരു ഓപ്ഷൻ കാണാം, ഒരു ഐക്കൺ. അതിനൊന്ന് Magic ക്ലിക്ക് ചെയ്ത് morning, sir. നോക്കിയേ, ഒരു അത്ഭുതം കാണാം. നിങ്ങളുടെ സ്വന്തം രൂപത്തെ നിങ്ങളെ മൊബൈലിൽ കാണാവുന്നതാണ്. അപ്പുറത്ത് ചാറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ചാറ്റിലെ മാജിക് മോണിന്ന് വിഷ് ചെയ്യാം. ഒന്ന് ക്യാമറ ഓൺ ആക്കി ചാറ്റൊക്കെ ചെയ്തേ. എല്ലാവരും ഉണർന്നിട്ടുണ്ടോ നോക്കാലോ. ഷെരീഫ, മണി, അബ്ദുള്ള സാർ, ദിവ്യ, ദിനോജ് എന്നോട്ടെ. ഇന്നൊരു പ്രത്യേകത ഉള്ള ദിവസമാണ്. എന്താണെന്നറിയോ? ഇന്നത്തെ പ്രത്യേകത എന്താണ്? ആർക്കെങ്കിലും ഒന്ന് പറയാൻ കഴിയോ? നമുക്കെല്ലാം സന്തോഷമുള്ള ദിവസമാണ്. എന്താണ് കാരണം? അയ്യോ, മാജിക് മണി വിഷയമുണ്ട് എല്ലാവരും. ശീലമാൻ, താങ്ക് യു. ഇന്നത്തെ പ്രത്യേകത, നമ്മളെ ബി മാജിക്കിന്റെ ഒരു മെമ്പറാണ് ഇന്ന് ക്ലാസ് എടുക്കുന്നുണ്ട്, ജ്ഞാനം മാം. അപ്പൊ ഇന്നത്തെ സെക്ഷൻ കൈകാര്യം ചെയ്യാനായിട്ട് മാമിനെ ഞാൻ ക്ഷണിക്കുന്നു. മാം, സ്റ്റാർട്ട് ചെയ്തോളൂ. ഗുഡ് മോർണിംഗ് എവരിവൺ. മണി, ഇന്ന് ഞാൻ ഒരു ബുക്കിന്റെ റിവ്യൂ പറയാനാണ് ഇരിക്കുന്നത്. നമുക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും റിച്ച് ഡാഡ് പുവർ ഡാഡ്, വായിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും. സോ ആ ഒരു ബുക്കിനെ പറ്റി ആണ് ഞാൻ റിവ്യൂ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. സോ ഇത് നമുക്ക് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാകാൻ പറ്റും, ഇതൊരു പേഴ്സണൽ ഫിനാൻസിന്റെ ബുക്കാണ്. എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ ഒരു മണി മാനേജ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റും, സ്വന്തമായിട്ട് നമുക്ക് എങ്ങനെ ഫിനാൻസിനെ പറ്റി നമുക്ക് അറിയാൻ പറ്റും, അതിനെ പറ്റിയിട്ടുള്ള ഒരു ബുക്കാണ്. സോ ഇതൊന്ന് വായിച്ചാൽ നമുക്ക് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഫിനാൻസിനെ പറ്റിയിട്ടുള്ളതല്ല, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ എങ്ങനെ ഫിനാൻസ് മാനേജ് ചെയ്യാൻ പറ്റും, എന്തുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും കൃത്യസമയത്ത് നടക്കുന്നില്ല, കടത്തിന് മുകളിൽ കടം പോകുന്നു എന്നുള്ള പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ബുക്കിന്റെ ഓഥർ നമ്മൾ നോക്കുമ്പോൾ റോബർട്ട് കിയോസാക്കിയാണ്. സോ ഇതിൽ ഏകദേശം എട്ടോളം ചാപ്റ്റേഴ്സ് ഉണ്ട്. സോ വൺ ബൈ വൺ ഞാൻ മനസ്സിലാക്കിയ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ലാസ്റ്റ് ചോദിക്കാം. എന്നെ കൊണ്ട് പറ്റുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതിൽ കുറേ കാര്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് പോലും മനസ്സിലാവാത്ത ഭയങ്കര ഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എന്തായാലും ഇത് നമുക്ക് നല്ലൊരു ഉപകാരപ്പെടുന്ന ഒരു ബുക്ക് തന്നെയാണ്. വൺസ് അറ്റ്ലീസ്റ്റ് നമ്മളൊന്ന് വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് എന്താണ് ഫിനാൻസ് മാനേജ് എങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഓക്കെ ആവും, ഇപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതിനുള്ള ഡ്രോബാക്സ്, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. സോ ഇതിൽ ടോട്ടൽ നേരത്തെ പറഞ്ഞതുപോലെ 9 ചാപ്റ്റേഴ്സ് ഉണ്ട്. സോ വൺ ബൈ വൺ നമുക്ക് ഓരോ ചാപ്റ്റർ നോക്കാം. ഇതിന്റെ ഹെഡിങ് തന്നെയാണ് റിച്ച് ഡാഡ് പുവർ ഡാഡ്. അപ്പോൾ നമ്മൾ പൊതുവെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ് ഒരു ധനികനായ അച്ഛനും ഒരു എന്താണ് പാവപ്പെട്ടവനായ ഒരു അച്ഛനും, അങ്ങനെ നമുക്ക് കേൾക്കാം. സോ ഇതിൽ നമ്മൾ ഫ്രം ദ ബിഗിനിങ് നമ്മൾ നോക്കുമ്പോൾ തന്നെ റോബർട്ട് കിയോസാക്കി എന്തുകൊണ്ടാണ് ആ ഒരു ടൈം ഇവിടെ യൂസ് ചെയ്തു എന്നുള്ള കാര്യം നമുക്ക് നോക്കാൻ പറ്റും. സോ പുള്ളിക്കാരന്റെ ഈ ഒരു ടൈം യൂസ് ചെയ്ത് തന്നെ നോക്കുമ്പോഴത്തേക്കും റിച്ച് ഡാഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ നോക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും, രണ്ട് അച്ഛന്മാരെ പറ്റിയാണല്ലോ പറയുന്നത്, നമ്മൾ കൺഫ്യൂഷൻ ആവും. സോ ഇതിൽ പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ റിച്ച് ഡാഡ് എന്ന് ഉദ്ദേശിക്കുന്നത് പുള്ളിക്കാരന്റെ ഒരു ഫാദർ എന്താണ് നന്നായിട്ട് ഈവൻ പുള്ളിക്കാരൻ അത്രയും എഡ്യൂക്കേറ്റഡ് അല്ല, പക്ഷേ ഫിനാൻഷ്യലി പുള്ളിക്കാരൻ റിച്ച് ആണ്. അതിപ്പോൾ പുവർ ഡാഡ് എന്ന് പറയുമ്പോൾ സ്വന്തം അച്ഛനെ പറ്റിയാണ് ഉദ്ദേശിച്ചത്. റിച്ച് ഡാഡ് എന്ന് വെച്ചാൽ സ്വന്തം ഒരു ഫ്രണ്ട് ഉണ്ട്, ഫ്രണ്ടിന്റെ ഫാദർ ആണ് എന്തുവാണ് റിച്ച് ഡാഡ്. പുള്ളിക്കാരൻ ഒരു ഓൺട്രപ്രണർ ആണ്. സോ പുള്ളിക്കാരൻ എങ്ങനെയാണ് ഈവൻ 8 വരെ പഠിച്ചിട്ടുള്ളൂ, ബട്ട് സ്റ്റിൽ ഹീ നോ എങ്ങനെയാണ് മണി മാനേജ് ചെയ്യണം, എങ്ങനെ മണി നമ്മുടെ ജീവിതത്തിന് വേണ്ടി എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ്. പിന്നെ പുവർ ഡാഡ് എന്ന് ഇവിടെ മെൻഷൻ ചെയ്യുന്നത് സ്വന്തം ഫാദറിനെ തന്നെയാണ്. പുള്ളിക്കാരൻ PhD എടുത്തിട്ടുള്ള ആളാണ്, നല്ല ഒരു ഫേമിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ബട്ട് സ്റ്റിൽ ബിൽ പേ ചെയ്യാനായിരുന്നാലും ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു കാര്യം നമുക്ക് ഇതാണ് ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ പുള്ളിക്കാരൻ പറഞ്ഞു തന്നെയാണ്. എല്ലാ ലെസൺ 1 പറഞ്ഞിട്ടുള്ളത് ദ റിച്ച് ഡോണ്ട് വർക്ക് ഫോർ മണി, അതായത് റിച്ച് ആയിട്ടുള്ള ആൾക്കാർ പൈസയ്ക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നില്ല. കാരണം പൈസ എന്നുള്ളത് എന്താണ്, പൈസ അവർക്ക് വേണ്ടിയിട്ട് ആസ് എ പേഴ്സൺ ആസ് എ റിച്ചിന് വേണ്ടിയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ തന്നെ നമുക്ക് കാണാൻ പറ്റും. അത് എന്തുകൊണ്ടാണ് അദ്ദേഹം അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. ഇതിൽ 9 വയസ്സായിരിക്കുമ്പോൾ തന്നെ
റോബർട്ടിന്റെ ക്ലാസ്മേറ്റും കൂടെ ഒരു ഫ്രണ്ടിന് പാർട്ടിക്ക് വേണ്ടി ഇൻവൈറ്റ് ചെയ്യപ്പെടും. പക്ഷേ അവർക്ക് എന്താണ് അവിടെ നോക്കുമ്പോഴത്തേക്കും പൊതുവെ എല്ലാവരുടെ മുന്നിൽ അവർക്ക് അധികം എന്താണ് മറ്റുള്ള കുട്ടികളെ പോലെ നല്ല റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ പോലെ അവർക്ക് മേക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർ തന്നെ വിചാരിക്കും നമുക്ക് എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ അവർ ഇതുപോലെ കൗണ്ടർ ഫിറ്റ് ആയിട്ടുള്ള ഒരു നിക്കൽസ് ഉണ്ടാക്കും. പക്ഷെ അതൊരു ഇല്ലീഗലാണെന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്കും റോബർട്ടിന്റെ ഫാദർ, അതായത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആ അച്ഛൻ തന്നെ റോബർട്ടിന്റെ ഫ്രണ്ടായ മൈക്കിന്റെ അച്ഛനോട് എന്താണ് ഇതേപോലെ അഡ്വൈസ് എടുക്കാനൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുന്ന ഒരു സാഹചര്യം കൂടെ കാണാൻ പറ്റും. അപ്പോൾ അവരവിടെ മൈക്കിന്റെ ഫാദറുമായിട്ട് കാണുമ്പോൾ, അതായത് അതിനാണ് പുള്ളിക്കാരനെ റിച്ച് ഡാഡ് ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തില്ല. മൈക്കിന്റെ ഫാദറിനെ കാണുമ്പോൾ പുള്ളിക്കാരന് അവർക്ക് എന്താണ് 10 സെന്റ് വെച്ചിട്ട് ഓരോ മണിക്കൂർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജോബ് കൊടുക്കും വീക്കെൻഡ്സിൽ. ലൈക്ക് എന്താണ് അവിടുത്തെ പുള്ളിക്കാരൻ ഒരു ചെറിയ ഒരു കടയൊക്കെ ഉണ്ട്. സോ അവിടെ എന്താണ് എല്ലാവരുടെ പൊടിയൊക്കെ തട്ടി അവിടെ ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ട് 10 സെന്റിന് ഡെയിലി വീക്കെൻഡിൽ ഇപ്പോൾ വർക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കും. പക്ഷെ ഒരാഴ്ചത്തോളം അവരങ്ങനെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ കുട്ടികൾ തന്നെ അത് ടയേർഡായിട്ട് അവർക്ക് ഇനി ജോലിക്ക് പോകുന്നില്ല എന്നുള്ള രീതിയിലാവും. കാരണം അവർക്ക് ആ ഒരു 10 സെന്റിൽ അവർക്ക് കിട്ടുന്നത് കോമിക് ബുക്സ് ഒക്കെ മേടിക്കാനുള്ള ആ ഒരു എമൗണ്ട് അതിന് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്താണ് അങ്ങനെ അവർ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും റോബർട്ട് പറയും ഞാൻ എന്തായാലും ജോലിക്ക് വരുന്നില്ല എന്ന് തൻ്റെ ഫ്രണ്ടിനോട് പറയുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട് അച്ഛൻ എന്തായാലും കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ അവർ പിന്നെ വീണ്ടും പോയി മൈക്കിന്റെ ഫാദറിനെ അവർ മീറ്റ് സംസാരിക്കുമ്പോൾ ഇതിപ്പോൾ കുറച്ചുകൂടെ എമൗണ്ട് കൂട്ടി കൊടുക്കാം എന്നൊക്കെ പറയുമ്പോൾ ആ 2 കുട്ടികളും ഒരു ഫാന്റസി ലോകത്തെ അത്ര എമൗണ്ട് കിട്ടുമ്പോൾ ഞങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും. ഇപ്പൊ നോർമൽ നമ്മളെന്നുള്ള ഒരു ജോലിക്ക് പോകുമ്പോൾ നല്ലൊരു എമൗണ്ട് നമുക്ക് പേ കിട്ടുമെന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ സ്വപ്നങ്ങൾ കാണും. സോ അതേപോലെ അവരും സ്വപ്നങ്ങൾ കാണാൻ അവർ തുടങ്ങും. പക്ഷെ അറ്റ് ദ ലാസ്റ്റ് അവർ തന്നെ മനസ്സിലാക്കുന്നുണ്ട് ഇതൊന്നും അല്ല കാര്യം. പക്ഷേ നമുക്ക് പൈസയ്ക്ക് പകരം നമുക്ക് എന്താണ് നല്ലൊരു ജോബ് ഓഫർ കിട്ടി നമ്മൾ എന്താണ് പൈസയ്ക്ക് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. പക്ഷേ ഈ എമൗണ്ട് മണി ഷുഡ് വർക്ക് ഫോർ എസ്, മണി വേണം നമുക്ക് വേണ്ടി വർക്ക് ചെയ്യണം എന്നുള്ള ഒരു അവർക്ക് മനസ്സിലാവുകയും ചെയ്യും. പിന്നെ അവർക്ക് പതുക്കെ മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരു ജോലി കിട്ടുക എന്നുള്ളത് ഒരു ഷോർട്ട് ടൈം സൊല്യൂഷനാണ്. ഒരു വലിയൊരു ലോങ് ടൈം പ്രോബ്ലം എന്ന് വെച്ചാൽ ഒരു വലിയ നമുക്കിപ്പോൾ തന്നെ ഒരു നല്ലൊരു എമൗണ്ട് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും പതുക്കെ നമുക്ക് ലോണൊക്കെ എടുത്ത് ഒരു ലോങ് ടൈം ഒരു വീട് വെക്കണമെങ്കിൽ നമ്മളൊരു 30 വർഷത്തേക്കുള്ള ലോണൊക്കെ എടുത്തിട്ട് എന്താണ് ഒരു ലോങ് ടൈം പ്രോബ്ലത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷോർട്ട് ടൈം സൊല്യൂഷനാണ് നമുക്ക് എന്താണ് ഒരു ജോലി എന്നുള്ളത് തന്നെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാവും. അപ്പോൾ നോർമലി ഇവിടെ എന്താണ് റോബർട്ട് എഴുതി പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊക്കെ ഡെയിലി ഒരു കമ്പനിക്ക് നമ്മൾ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർ അണ്ടർ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ഡോങ്കിക്ക് ഒരു കഴുതയ്ക്ക് എന്താണ് ഒരു ക്യാരറ്റ് കാണിച്ച് അതിന്റെ ഓണർ എങ്കിൽ ഫ്രണ്ടോട് നടന്ന് ജോലി ചെയ്യിപ്പിക്കുന്ന കാണിക്കുന്നത് വെച്ചാൽ നമുക്ക് ഇതിപ്പോൾ ഇൻസെന്റീവ്സ് ഉണ്ട്, അതല്ലെങ്കിൽ നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടെന്ന് കാണിച്ച് നമ്മുടെ അതിന് പിന്നാലെ പോകുന്ന രീതിയിലാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ഇനി അടുത്ത നമ്മൾ നോക്കുമ്പോഴത്തേക്കും സെക്കൻഡ് ചാപ്റ്റർ വരുമ്പോഴത്തേക്കും എന്തുകൊണ്ടാണ് ഫിനാൻഷ്യൽ ലിറ്ററസി നമ്മൾ പഠിപ്പിക്കേണ്ട ആവശ്യകത, എന്തുകൊണ്ട് നമ്മൾ എന്താണ് സാമ്പത്തിക ശാസ്ത്രം നമ്മൾ എന്തുകൊണ്ട് പഠിക്കണം എന്നുള്ള രീതിയാണ് സെക്കൻഡ് ചാപ്റ്ററിൽ നോക്കുന്നത്. സോ ഇതിൽ എന്താണ് മെയിനായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത് വെച്ചാൽ നമ്മൾ എത്ര രൂപ നമ്മൾ ക്യാഷ് ഉണ്ടാക്കുന്നു എന്നതിലല്ല കാര്യം, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ക്യാഷ് നമ്മൾ എത്രത്തോളം നമ്മുടെ കയ്യിൽ നമ്മൾ സൂക്ഷിച്ച് വച്ചിരിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. കാരണം ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഡെയിലി വരവ് ചെലവ് കണക്കുകളൊക്കെ എഴുതുന്ന ആൾക്കാരുണ്ടാവും. ചിലവർ അതിനെപ്പറ്റി ബോധയുടെ ആയിരിക്കത്തില്ല. കറക്റ്റായിട്ട് ഫിനാൻസ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് എത്ര രൂപ വരുമാനം വരുന്നുണ്ട്, എത്ര രൂപ ചെലവ് വരുന്നുണ്ട്, എത്ര രൂപ ബാലൻസ് പിടിക്കുന്നുണ്ടെന്ന് അറിയാൻ പറ്റും. സോ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു ക്യാഷ് ഫ്ലോ ചാർട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓരോ ഇൻകം സ്റ്റേറ്റ്മെന്റും അതേപോലെ തന്നെ ഒരു ബാലൻസ് ഷീറ്റും എല്ലാവർക്കും കാണാൻ പറ്റുന്നത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ പിക്ക് എടുത്തിട്ട് ഞാൻ ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്തേക്കാം. അപ്പോൾ അത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാൻ പറ്റും എന്താണ് ഒരു ക്യാഷ് ഫ്ലോ പാറ്റേൺ, ഒരു അസറ്റിന്റെ ക്യാഷ് ഫ്ലോ പാറ്റേൺ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നോർമൽ ഇവിടെ 3 ടൈപ്പ് ഓഫ് പീപ്പിൾസിനെ പറ്റി നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു ക്യാഷ് ഫ്ലോ എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്ക് വരുന്ന വരുമാനം അത് എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ അത് ആകുന്നതെന്നും. ഫോർ എക്സാമ്പിൾ ലൈക്ക് പൈസ ക്യാഷ് എങ്ങനെ നമുക്ക് ഇൻകം ആയിട്ട് വരുന്നുണ്ട്, അതേപോലെ എക്സ്പെൻസ് ആയിട്ട് എങ്ങനെ പോകുന്നുണ്ട്. സോ ഇൻകം ആൻഡ് എക്സ്പെൻസ് ആണ് ക്യാഷ് ഫ്ലോ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ ഈ ക്യാഷ് ഫ്ലോ 3 തരത്തിലുള്ള ആൾക്കാർ, അതായത് പൂവർ ആയിട്ടുള്ള ആൾക്കാർ, മിഡിൽ ക്ലാസ്സിലായിട്ടുള്ള ആൾക്കാരും അതേപോലെ തന്നെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ എങ്ങനെയാണ് ഈ ക്യാഷ് ഫ്ലോ അവിടെ ഇൻകമും അവിടെ എക്സ്പെൻസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ പൂവർ എന്ന ആൾക്കാർ സാധാരണ നോർമലി ഇൻകം കിട്ടുന്നു, അവർക്ക് ഒരു യാതൊരു വിധമായ ഫിനാൻഷ്യലി അവർ ഒന്നും പക്കായിട്ട് പ്ലാൻ ചെയ്ത ആൾക്കാരുടെ ഇടയിൽ എങ്ങനെ നടക്കുന്നത് വെച്ചാൽ അവർക്ക് സാലറി അതേപോലെ കിട്ടും, ഇൻകം സാലറി അതേപോലെ കിട്ടും.
അതേപോലെ തന്നെ എക്സ്പെൻസ്, എല്ലാ ചിലവുകളും അതോടെ പോയി തന്നെ ചെയ്യും. എന്ന് വെച്ചാൽ ചിലപ്പോൾ ടാക്സ് ആകാം, റെന്റ് ആകാം, ഫുഡ്, ക്ലോത്ത്, ബാക്കി സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ച് അതിൽ എക്സ്പെൻസ് ആയി പോവുകയാണ്. ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ അസറ്റ്സിലോ ലയബിലിറ്റീസിലോ ഒന്നും തന്നെ വരുന്നില്ല. അതേസമയം ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് എന്ന് വെച്ചാൽ ഇൻകം സാലറി ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അതിൽ ലയബിലിറ്റീസിനെ കൂടി ഇപ്പൊ നോർമൽ നമുക്ക് അത്യാവശ്യം ഒരു എമൗണ്ട് ഉള്ള ഒരാളാണ്, നമുക്ക് ജോബ് ഇക്കണോമിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവർക്ക് പതുക്കെ പതുക്കെ അവർക്ക് ഒന്നുകിൽ ലോണൊക്കെ എടുക്കാം. ചിലപ്പോൾ എന്താണ് ഹൗസിംഗ് ലോണോ അല്ലെങ്കിൽ കാർ എടുക്കുന്നതിലൊക്കെ ലോണോ അങ്ങനെ പതുക്കെ വെഹിക്കിൾ ലോണൊക്കെ എടുക്കാൻ പറ്റും. അതൊരു ലയബിലിറ്റീസ് ആണ്. സോ ലയബിലിറ്റീസ് ആണ്. അപ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഇൻകം നമുക്ക് ആദ്യം പോകുന്നത് എന്താണ്, ഈ ഓരോ ക്രെഡിറ്റ് കാർഡും ബാക്കി കാര്യങ്ങളും അതൊക്കെ നമ്മുടെ ലയബിലിറ്റീസിൽ പോയതിനു ശേഷം പിന്നീടാണ് നമുക്ക് എന്താണ് ബാക്കി എക്സ്പെൻസിലോട്ട് പോകുന്നത്. അതേസമയം ഒരു റിച്ച് ആയിട്ടുള്ള ഒരാള് അവർക്ക് കിട്ടുന്ന ഇൻകം എങ്ങനെയാണ് പോകുന്നത് വെച്ചാൽ, അവർക്ക് കിട്ടുന്ന ഇൻകം പല രീതിയിലായിരിക്കും. ചിലപ്പോൾ അവർ ചെയ്യുന്ന ബിസിനസ്സിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ഇൻകം ആയിരിക്കാം. അത് ചിലപ്പോൾ കുറച്ച് റിയൽ എസ്റ്റേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം, പിന്നെ റെന്റിൽ നിന്ന് കിട്ടുന്ന ഇൻകം, അതേപോലെ സ്റ്റോക്ക്, ബോൺസ്, അതേപോലെ IPR, അങ്ങനെ ഒത്തിരി കാര്യം നമുക്ക് അറിയാലോ. അപ്പോൾ മ്യൂച്വൽ ഫണ്ട്സ്, അതിനൊക്കെ ഒത്തിരി എമൗണ്ട് ഒക്കെ കിട്ടും. സോ ആ കിട്ടുന്ന ഇൻകമിൽ നിന്നാണ് അവരെന്താണ് എക്സ്പെൻസ് അവർ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും എക്സ്പെൻസ് അതിൽ നിന്നാണ് പിന്നീട് പോകുന്നത്. അങ്ങനെ ആകുമ്പോഴത്തേക്കും അവർക്കുള്ള ലയബിലിറ്റീസ് എന്താണ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. സോ ഒരു ലോങ് ടൈം ആയിട്ട് ഇപ്പോൾ പോകുന്നില്ല. ഇതിൽ തന്നെ റോബർട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ലൈക്ക് നമുക്ക് ഒരു വീട് വയ്ക്കുന്നത് തന്നെ ഒരു ലയബിലിറ്റി എന്നാണ്. ഇപ്പൊ നോർമലി നമ്മൾ നോക്കുമ്പോഴത്തേക്കും വീട് നമുക്ക് സ്വന്തമായിട്ട് ഉള്ളത് ഒരു അസറ്റ് നമ്മൾ പല ആൾക്കാരും ചിന്തിക്കാറുണ്ട്. പക്ഷെ ഇവിടെ പുള്ളിക്കാരൻ പറയുന്നത് വെച്ചാൽ ഹോം ഇസ് എ ലയബിലിറ്റി, വീട് എന്നുള്ളത് ഒരു ലയബിലിറ്റിയാണ്. കാരണം അത് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ ക്യാഷ് പോകുന്നത് കൊണ്ടാണ്. കാരണം അത് ടാക്സ് ആയിട്ടോ എക്സ്പെൻസ് ആയിട്ടോ മാത്രമല്ല, ഒരു വീട് വെച്ചിട്ട് നമ്മൾ സ്വപ്നം പോലെ നമ്മൾ വീട് വെക്കും. കുറെ നാൾ ചിലപ്പോൾ അതൊരു ലോങ് ടൈം ലോണൊക്കെ എടുത്തിട്ടായിരിക്കും നമ്മൾ വെക്കുന്നത്. സോ ഏകദേശം ഒരു 30 വർഷത്തോളം നമ്മൾ അതിന്റെ അടവ് നമ്മൾ അടയ്ക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിന് എന്തായിരിക്കും കിട്ടുന്നത്, പതുക്കെ പതുക്കെ വർഷങ്ങൾ പോകുന്തോറും അതിന്റെ വാല്യൂ കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. സോ പക്ഷേ പുള്ളിക്കാരൻ എന്താണ് ഇതിൽ മെൻഷൻ ചെയ്യിക്കുന്നത് വെച്ചാൽ, ആദ്യം നമ്മൾ അസറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക. നമുക്ക് നല്ല രീതിയിൽ നമ്മൾ ജോലി ചെയ്തില്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള വരുമാനം വരുന്ന രീതിയിൽ നമ്മൾ അസറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക. അസറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു വീട്ടിനുള്ളതായിരുന്നാലും നമ്മുടെ ഇല്ലെങ്കിൽ ഒരു കാർ ലോണിലായിരുന്നാലും നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കാം. ഓഡിബിൾ അല്ലേ? എന്തെങ്കിലും വോയിസ് പ്രശ്നമാകുന്നുണ്ടോ? ഓക്കെ അല്ലേ, ഫൈൻ, ഓക്കെ. സോ നമുക്കിപ്പോൾ കിട്ടുന്ന ആ അസറ്റ്സ് നിന്ന് വേണം നമ്മുടെ വീടിനായിരുന്നാലും നമ്മളത് പേ ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കേണ്ടത്. സോ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മൾ എത്ര രൂപ നമ്മൾ ഉണ്ടാക്കുന്നു എന്നതല്ല കാര്യം, എത്ര രൂപ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്, എത്ര എമൗണ്ട് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം. ഇപ്പോൾ റിച്ച് പീപ്പിൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, അവർ അസറ്റ്സ് ആണ് അവർ അക്യൂർ ചെയ്യുന്നത്. ഇപ്പം നോർമലി അധികം ലയബിലിറ്റീസ് എന്ന് വെക്കാണ്ട് അവർ അസറ്റ്സ് അക്യൂർ ചെയ്തിട്ട് അതുവഴി അവർക്ക് അവരുടെ കാര്യങ്ങൾ അവർ കംപ്ലീറ്റ് ചെയ്യും. ഇപ്പോൾ നോർമലി പുവർ മിഡിൽ ക്ലാസ്സിന് അവർ ആദ്യമേ ലയബിലിറ്റീസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് അവർ പിന്നീട് അസറ്റിലോട്ട് എടുക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്നത് തന്നെ. സോ നേരത്തെ ഞാൻ പറഞ്ഞു, ക്യാഷ് ഫ്ലോ എന്ന് വെച്ചാൽ നമുക്ക് വരുന്ന ക്യാഷ് ഇൻകം ആയിട്ട് വരുന്നതും അതിന്റെ എക്സ്പെൻസ് നമ്മൾ ചെയ്യുന്നതിനാണ് നമ്മൾ ക്യാഷ് ഫ്ലോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ ഇൻകം നമ്മൾ കൂട്ടിയാൽ നമുക്ക് എന്താണ് എക്സ്പെൻസ് നമുക്ക് ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ പുള്ളിക്കാരൻ തന്നെ റിയൽ അസറ്റ്സിനെ ഒരു 7 തരത്തോട്ട് ചിന്തിച്ചിട്ടുണ്ട്, 7 തരമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് തന്നെ നമുക്ക് ബിസിനസ് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഇപ്പം നോർമൽ നമുക്കറിയാം, ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ അവർ തന്നെ അതിൻ്റെ അകത്ത് എല്ലാം മേൽനോട്ടം വഹിച്ചുകൊണ്ടിരിക്കുന്നില്ല. പലതരമായിട്ടുള്ള ബിസിനസ് ആണ്, അതിന് മേൽനോട്ടം വഹിക്കാൻ വേണ്ടിയിട്ട് അവിടെ ആൾക്കാരുണ്ടാവും. അതിലൂടെ അവരുടെ പ്രസൻസ് വേണമെന്നില്ല. പിന്നെ സ്റ്റോക്സ്, ബോണ്ട്സ്, അതേപോലെ നോട്ട്സ്, റോയൽറ്റീസ്, അവരുടെ IPR അവർക്ക് കിട്ടുന്ന റോയൽറ്റീസ്, പിന്നെ ബാക്കി വാല്യൂസ് കിട്ടുന്ന കാര്യം, ചിലപ്പോൾ റിയൽ എസ്റ്റേറ്റ്, ഇങ്ങനെയൊക്കെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസറ്റ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ റിച്ച് വന്നിട്ട് എന്താണ്, അവരെപ്പോഴും അസറ്റ്സിനെയാണ് അവരെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. ബാക്കി ആൾക്കാർ എന്താണ് ഇൻകം സ്റ്റേറ്റ്മെന്റ്സ്, എവിടെ നിന്നൊക്കെ ഇൻകം കിട്ടുന്നത് അതിനെ ഫോക്കസ് ചെയ്യുമ്പോൾ റിച്ച് ഒക്കെ വന്നിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, അസറ്റ്സിനെയാണ്. സോ നോർമലി നമുക്ക് നോക്കുമ്പോൾ തന്നെ പൂർ ആൻഡ് മിഡിൽ ക്ലാസ് ഫാമിലീസ് ഒക്കെ അവർ ആദ്യം എന്താ മേടിക്കുന്ന വെച്ചാൽ ലക്ഷറീസ് ആദ്യം മേടിക്കും. പിന്നീടാണ് അവർക്ക് എന്താണ് ക്യാഷിനൊക്കെ സേവിനെ പറ്റി ചിന്തിക്കുന്നത്. പക്ഷെ റിച്ച് അങ്ങനെയില്ല, അവർക്ക് ആദ്യം അവർ അസറ്റ്സിനെ അവർ ഫോക്കസ് ചെയ്യും, പിന്നീടാണ് ലക്ഷറീസ് ഒക്കെ മേടിക്കുന്നത്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, ഇപ്പം നമ്മൾ കേട്ട ഒത്തിരി നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ഓൺടർപ്രണേഴ്സ് ഉണ്ട്. അവർ ധരിക്കുന്ന ഡ്രസ്സ് ആയിക്കോട്ടെ, അവർ സഞ്ചരിക്കുന്ന രീതി ആയിക്കോട്ടെ, നോർമൽ ആൾക്കാരെ പോലെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ചില ആൾക്കാർ
നമുക്ക് തന്നെ അറിയാം പല യൂത്തുകളും അധികം വെൽ സെറ്റിൽ ആയിട്ടുള്ള അല്ലാത്ത ഫാമിലീസിൽ അവർ ധരിക്കുന്ന ഡ്രസ്സുകൾ, അവരുടെ വാച്ചസ്, അക്സസറീസ് അതൊക്കെ നല്ല ഹൈലി കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും. അപ്പോൾ റിച്ച് പീപ്പിൾ എന്ന് പറഞ്ഞാൽ നോർമൽ എന്ത് ചെയ്യും, അവർ ലക്ഷറീസ് ആണ് ലാസ്റ്റ് മേടിക്കുന്നത്. ആദ്യം അവർക്ക് അസറ്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കാം. സോ നമുക്കും എങ്ങനെ നമ്മുടെ ഫിനാൻസ് കീപ്പ് ചെയ്യാൻ പറ്റും, എങ്ങനെ നമ്മുടെ ഫിനാൻസ് മാനേജ് ചെയ്യാൻ പറ്റും പ്രോപ്പറായിട്ട് എന്നുള്ള രീതിയിലാണ് ഈ ഒരു 3rd ചാപ്റ്ററിൽ മെൻഷൻ ചെയ്യുന്നത്. ഇനി അടുത്ത 4th ചാപ്റ്ററിൽ വരുന്നത് ഹിസ്റ്ററി ഓഫ് ടാക്സസ് ആൻഡ് പവർ ഓഫ് കോർപ്പറേഷൻ. ടാക്സസിന്റെ ഹിസ്റ്ററിയും അതിന്റെ കോർപ്പറേഷൻസിന്റെ പവർ എങ്ങനെയാണ് അവർ ഡിവൈഡ് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. സോ ഇതിൽ 4 ഏരിയനെ പറ്റിയാണ് ഇവർ നോക്കിയിരിക്കുന്നത്. അതായത് ഫിനാൻഷ്യൽ ഐക്യു, ഫിനാൻസിനെ പറ്റി നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, അതിന്റെ അറിവ് എങ്ങനെ നമുക്ക് നോക്കാം എന്നത് 4 ഏരിയസ് ഓഫ് എക്സ്പെർട്ടൈസിന് വേണ്ടിയിട്ട് ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ഫസ്റ്റ് വന്നിട്ട് നമുക്ക് ഫിനാൻസിനെ പറ്റി നമുക്ക് നല്ല ഒരു അറിവ് വേണമെങ്കിൽ നമുക്ക് ആദ്യം അക്കൗണ്ടിങ് എന്തെന്ന് മനസ്സിലാക്കണം. അക്കൗണ്ടിങ് നമുക്കറിയാം ഇതൊരു ഫിനാൻഷ്യൽ ലിറ്ററസി തന്നെയാണ്. എങ്ങനെ വരവ് ചെലവ് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ അതിന് ഫിനാൻഷ്യൽ ലിറ്ററസിയാണ് അക്കൗണ്ടിങ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതായത് മണി എങ്ങനെ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും, മണി ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് എങ്ങനെ അതിൽ നിന്ന് നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും, ഇൻവെസ്റ്റിങ്ങിനെ പറ്റി നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കാം. പിന്നെ നമ്മുടെ മാർക്കറ്റിനെ, സപ്ലൈ ആൻഡ് ഡിമാൻഡ്, മാർക്കറ്റിൽ നമ്മൾ ഓരോ പ്രൊഡക്ട്സിന് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾക്ക് എങ്ങനെയാണ് അതിന്റെ സപ്ലൈ, അതിന്റെ ഡിമാൻഡ്, അതിന് ആൾക്കാർക്ക് എങ്ങനെയാണ് അതിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ. അപ്പം നമുക്കിപ്പോൾ അറിയാം ഒരു ബിസിനസ് നടക്കുന്നത് തന്നെ കസ്റ്റമേഴ്സിന്റെ ഡിമാൻഡിനെ ബേസ് ചെയ്തിട്ടാണ് ഓരോ ബിസിനസ് നടക്കുന്നത്. അപ്പോൾ മാർക്കറ്റിനെ മനസ്സിലാക്കുക. ദെൻ 4th കാര്യം എന്ന് വെച്ചാൽ ലോ എങ്ങനെയാണ് വെച്ചാൽ കോർപ്പറേഷൻ നമുക്ക് ഒത്തിരി ടെക്നിക്കൽ സ്കിൽസ് കൊടുക്കുന്നുണ്ട്. ലൈക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ അക്കൗണ്ടിങ്, ഇൻവെസ്റ്റിംഗ്, മാർക്കറ്റ് ഇതൊക്കെ എന്താണ് ഒരു ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ അത് ടാക്സ് എങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ അതിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്, ടാക്സിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്, അടുത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ലോ സ്യൂട്ട്സ് ഒക്കെ വരുവാണെങ്കിൽ അതിൽ എങ്ങനെ പ്രൊട്ടക്ഷൻ എടുക്കണം. സോ ഇതിനൊക്കെ പറ്റി നമുക്ക് ഫിനാൻഷ്യലി നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. സോ 4 കാര്യങ്ങൾ നമുക്ക് എക്സ്പെർട്ടൈസ് ഉണ്ടാണ്. അക്കൗണ്ടിങ്, ഇൻവെസ്റ്റിംഗ്, അതേപോലെ മാർക്കറ്റിങ്ങിനെ പറ്റി നമ്മൾ മനസ്സിലാക്കുക, പിന്നെ നിയമങ്ങൾ. സോ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ ഒരു എക്സ്പെർട്ടൈസ് ആവാൻ വേണ്ടി ഫിനാൻഷ്യൽ ഐക്യു നമുക്ക് ഫിനാൻഷ്യൽ ഐക്യു കിട്ടാൻ വേണ്ടിയിട്ട് ഫിനാൻസ് നമുക്ക് എങ്ങനെ നമുക്ക് ഇന്റലക്ച്വൽ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന 4 ഏരിയസ് ആണ് ഇവിടെ കാണുന്നത് തന്നെയാണ്. പിന്നെ അടുത്ത് വരുന്നത് തന്നെ 5th ചാപ്റ്ററിൽ വരുമ്പോഴത്തേക്കും ദ റിച്ച് ഇൻവെന്റ് മണി. റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ് ക്യാഷിനെ ഇൻവെന്റ് ചെയ്തിട്ടുള്ള എന്നുള്ള ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഓഫൻ ദ റിയൽ വേൾഡ് ഇസ് നോട്ട് സ്മാർട്ട് ഹു ഗെറ്റ് അഹെഡ് ബട്ട് ദ ബോൾഡ്. അപ്പം ഈ ഒരു റിയൽ വേൾഡിൽ എന്താ പറഞ്ഞിട്ടുള്ള സ്മാർട്ട് അല്ല, ബോൾഡ് ആയിട്ടുള്ള ആൾക്കാർ, ധൈര്യമുള്ള ആൾക്കാരാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഒരു രീതിയിലാണ് ഈ ചാപ്റ്റർ 5നെ പറ്റി മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതിൽ എന്താണ് ഇതിൽ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇൻവെസ്റ്റേഴ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഇൻവെസ്റ്റിംഗ് ചെയ്യുന്ന പല ആൾക്കാരും നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇതിൽ 2 ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ഹു ബൈസ് എ പാക്കേജ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ ചിലപ്പോൾ റീറ്റെയിൽ കടകൾ എടുത്ത് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് കമ്പനി ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് ബ്രോക്കർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ പ്ലാനർ ആയിരിക്കാം. അങ്ങനെ നോർമൽ ആയിട്ടുള്ള ആൾക്കാർ അവരാണ് ഇത് കോമൺ ആയിട്ട് പറയുന്നത്. പാക്കേജ് റീറ്റെയിൽ ഔട്ട്ലെറ്റ് ഒക്കെയാണ് ആ ഫസ്റ്റ് കൈൻഡ് ഓഫ് ഇൻവെസ്റ്റേഴ്സിലോട്ട് വരുന്നത്. സെക്കൻഡ് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റർ വരുന്നത് ആരാണോ ഇൻവെസ്റ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്തത്. അതായത് ലൈക്ക് നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഈ ഇൻവെസ്റ്റ്മെന്റ് ക്രിയേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അവരൊരു പ്രൊഫഷണൽ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും. അവർക്ക് ഈ ഇൻവെസ്റ്റേഴ്സിന് 3 ടൈപ്പ് ഓഫ് സ്കിൽസ് ഉണ്ടാവും. ആദ്യം അവർ നോക്കുന്ന വെച്ചാൽ നമ്മുടെ ചുറ്റുപാടിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ്, എന്താണ് നമുക്ക് എന്തൊക്കെ സാധ്യതകളുണ്ട്, ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയുള്ള സാധ്യതകൾ എന്തൊക്കെയുണ്ട് അത് നമ്മൾ നോക്കുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ചുറ്റുപാട് ഇപ്പൊ മെയിൻ ആയിട്ട് നോക്കുന്ന വെച്ചാൽ ഫുഡ് ഔട്ട്ലെറ്റ് നമുക്കറിയാം ഒത്തിരി നല്ല ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് ആണ്. അതിൽ തന്നെ വെറൈറ്റീസ് ഓഫ് ഡിഷസ് നമുക്ക് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഓരോ കാര്യങ്ങളിലും പുതുതായിട്ട് ഒരു യൂണിക് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നോർമൽ നമ്മുടെ ചുറ്റുപാടും ഇല്ലാത്തതിൽ നിന്ന് നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി, പുതിയ ഒരു സാധ്യതകൾ നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കാം. രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യാം, റേസ് മണി, നമുക്ക് അതിനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ള എമൗണ്ട് നമ്മൾ റേസ് ചെയ്യുക. മൂന്നാമത് ഓർഗനൈസ് സ്മാർട്ട് പീപ്പിൾ, അതായത് നമുക്കറിയാം ഓരോരോ കാര്യങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫുഡ് ഇൻഡസ്ട്രിക്ക് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നല്ല ഒരു സ്മാർട്ട് ആയിട്ടുള്ള ഒരു ഷെഫിനെ, അതേപോലെ തന്നെ മണി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ആളെ, അല്ലെങ്കിൽ നല്ല അഡ്വൈസ്, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഏരിയയുമായിട്ട് എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളുടെ ഒപ്പീനിയൻ ഒക്കെ നമ്മൾ നോക്കും. അപ്പോൾ ഓർഗനൈസ് സ്മാർട്ട് പീപ്പിൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചെയ്യേണ്ട കാര്യം വെച്ചാൽ ആൾക്കാരെല്ലാം മിസ് ചെയ്ത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തിരഞ്ഞെടുക്കുക, നല്ലൊരു ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത് അതിനുള്ള എമൗണ്ട് നമ്മൾ റേസ് ചെയ്യുക. മൂന്നാമത് നമ്മൾ സ്മാർട്ട് ആയിട്ടുള്ള പീപ്പിളെ നമ്മൾ ഓർഗനൈസ് ചെയ്യുക.
സോ ഇതാണ് നമ്മൾ എന്താണ് റിച്ച് ഇൻവെന്റ് മണി എന്നുള്ള സെക്ഷൻ നമ്മൾ മെയിൻ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യം. സോ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് റിച്ച് പീപ്പിൾ എന്താണ് അവർ ക്രിയേറ്റീവ് ആയിരിക്കും. എപ്പോഴും എന്തൊക്കെ സാധ്യതകൾ ചുറ്റുപാടും ഉണ്ടെന്ന് അന്വേഷിക്കാനും അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യാനും അവർക്ക് ഭയങ്കര ഉത്സാഹമായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് ആണ് അവർ എടുക്കുന്നത്. നോർമൽ നമ്മൾ റിസ്കിനെ പറ്റി നോക്കുമ്പോൾ തന്നെ 3 ടൈപ്പ് ഓഫ് റിസ്ക് ഉണ്ട്. ലോ റിസ്ക്, മീഡിയം റിസ്ക് ആൻഡ് ഹൈ റിസ്ക്. അപ്പോൾ നോർമലി ആസ് എ ബിഗിനർ എന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരു ഇൻവെസ്റ്റർ അവർ എപ്പോഴും എടുക്കുന്നത് ഒരു മീഡിയം റിസ്ക് ആയിരിക്കും. കാരണം ലോ റിസ്ക് എടുത്താൽ അവർ ഒരു ബിസിനസ് ചെയ്യുന്നതും ചെയ്യാത്തതും തുല്യമായിരിക്കും. അതുകൊണ്ട് എപ്പോഴും ഒരു മീഡിയം റിസ്ക് ആയിരിക്കും അവരെ കൊണ്ട് എടുക്കുന്നത്. വൺസ് ദി ആർ സക്സസ്ഫുൾ, അവർക്ക് ആ ഒരു ബിസിനസ് അവർ സക്സസ്ഫുൾ ആകുമ്പോൾ പതിയെ അവർ ഹൈ റിസ്ക് എടുക്കാൻ അവർ താല്പര്യപ്പെടും. ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് തന്നെ അറിയാം, എന്താണ് റിലയൻസ് ഗ്രൂപ്പിന്റെ ജിയോ എന്നുള്ള സിം ഇറങ്ങിയപ്പോൾ തന്നെ അവരെടുത്താൽ ഒരു ഹൈ റിസ്ക് ആയിരുന്നു. സോ അവർക്ക് ഓൾറെഡി നല്ലൊരു ഇൻവെസ്റ്റ് അവർ ചെയ്തിട്ടുണ്ട്, ഓൾറെഡി നല്ലൊരു ബിസിനസ് ടൈക്കോൺ ആണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ കാൽക്കുലേറ്റഡ് റിസ്ക് എടുത്താൽ എന്താണ് അവരെപ്പോഴും ക്രിയേറ്റീവ് ആയിട്ട് ഓരോ കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കത്തുള്ളൂ. സോ അതാണ് ഒരു റിച്ച് പീപ്പിൾ. അതാണ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ സ്റ്റഡി സെഷൻ നമ്മൾ നോക്കിയത് എന്താണ് ഇൻവെന്റ് മണി, റിച്ച് പീപ്പിൾ ഓൾവേസ് ഇൻവെന്റ് മണി എന്നുള്ള ഒരു ഇത്. അത് ചാപ്റ്റർ 6 നമ്മൾ നോക്കുന്നത് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾ മണി ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ എന്താണ് അതിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ശ്രദ്ധിക്കാണ്ട് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ നമുക്ക് എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കുക. പല ആൾക്കാരും എന്താണ് പഠിക്കാൻ വേണ്ടി ഒന്നും ശ്രമിക്കും, ഞാൻ പഠിച്ച അറിഞ്ഞ നോളജ് തന്നെയാണ് അധികം, അല്ലെങ്കിൽ നല്ല ഒരു എഡ്യൂക്കേറ്റഡ് ആൾക്കാരുടെ ഒരാൾ പോയി ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അവിടെ ഈഗോ ആയിരിക്കും പ്രശ്നം. പക്ഷേ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം ഡേ ടു ഡേ ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ മാറി വരുന്നുണ്ട്. ഇപ്പോൾ ബിസിനസ്സിലായിക്കോട്ടെ, ഇൻവെസ്റ്റ്മെന്റിലായിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, എപ്പോഴും നമുക്ക് എന്താണ് ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നമുക്ക് കൃത്യമായിട്ട് കീപ്പ് ചെയ്യണം. അല്ലെങ്കിൽ ഏതാണ് ബിസിനസ്സിന് സാധ്യതകൾ കൂടുതലുള്ളത്, ഓരോ കിട്ടുന്ന വർക്ക്ഷോപ്സും അല്ലെങ്കിൽ ട്രെയിനിങ്ങിനൊക്കെ നമ്മൾ അതിൽ അറ്റൻഡ് ചെയ്യാനും അതിനെപ്പറ്റി നമ്മൾ പുതിയ നോളജ് അക്യൂർ ചെയ്യാനുള്ള ഒരു മനോഭാവം ഉള്ള ഒരു വ്യക്തിയായിരിക്കണം. അപ്പം ഇതിൽ തന്നെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ലൈഫിൽ സക്സസ് നേടാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് സ്കിൽസ് വേണമെങ്കിൽ അത് സക്സസ്ഫുൾ ആവണമെങ്കിൽ നമ്മൾ 3 കാര്യങ്ങൾ നമ്മൾ മസ്റ്റ് ആയിട്ട് നോക്കേണ്ട കാര്യമുണ്ട്. ഒന്നാമത് മാനേജ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോ. നേരത്തെ ഞാൻ പറഞ്ഞു ഇൻകം ആൻഡ് എക്സ്പെൻസിന്റെ ആ ഒരു ഫ്ലോയിനെയാണ് നമ്മൾ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് നമ്മൾ മാനേജ്മെന്റ് സ്കില്ലിൽ മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒന്നാമത്തെ കാര്യം ക്യാഷ് ഫ്ലോയിനെ പറ്റിയുള്ള മാനേജ്മെന്റിനെ പറ്റി നമ്മൾ മനസ്സിലാക്കുക, അതിനെപ്പറ്റി പഠിക്കുക. രണ്ടാമത് മാനേജ്മെന്റ് ഓഫ് സിസ്റ്റം. ഇതിനെല്ലാം മേൽനോട്ടം വഹിക്കുന്ന സിസ്റ്റം എന്താണ്, ഡിമാൻഡ് സപ്ലൈ ആയിരുന്നാലും മാർക്കറ്റിങ്ങിനെ പറ്റി നമുക്ക് നല്ലൊരു അറിവ് ഉണ്ടായിരിക്കണം. പിന്നെ മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ. നമ്മുടെ അടുത്ത് വരുന്ന ചിലപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന എക്സ്പെർട്ടുള്ള പീപ്പിൾ ആയിരിക്കാം, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ആയിരിക്കാം. സോ ഇവരെയൊക്കെ മാനേജ് ചെയ്യാനുള്ള ഒരു സ്കിൽസ് നമുക്ക് ഉണ്ടായിരിക്കണം. ഇപ്പം പീപ്പിൾസിനെ മാനേജ് ചെയ്യണമെങ്കിൽ നമുക്ക് തന്നെ അറിയാം നോർമൽ ആയിട്ടുള്ളത് കുറെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവണം, അവർ നമ്മൾ ലിസണിങ് ചെയ്യണം. അതേപോലെ നമ്മുടെ ബിസിനസ് നമ്മുടെ അടുത്ത് വരുന്ന ചിലപ്പോൾ ഇൻവെസ്റ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളൊരു കസ്റ്റമേഴ്സ് ആയിരിക്കാം. സോ അവർക്ക് എങ്ങനെ നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കുന്നു, അതിനെ ബേസ് ചെയ്തായിരിക്കും നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സോ എന്താണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചിലപ്പോൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ എന്താണ് എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരെ മീറ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ടത് കുറേ നോളജ് നമുക്ക് കിട്ടും. അപ്പോൾ എപ്പോഴും ഒരു നല്ലതായിട്ടുള്ള ഒരു എന്താണ് ഒരു ഓൺട്രപ്രണർ ആകാൻ ആഗ്രഹിക്കുന്ന ആളും, അല്ലെങ്കിൽ നല്ല ലൈഫിൽ സക്സസ്ഫുൾ ആകാൻ ആഗ്രഹിക്കുന്ന ആളും എപ്പോഴും ഓരോ കാര്യങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു മനോഭാവം അവരെപ്പോഴും കാണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ 6th ചാപ്റ്റർ നമ്മൾ കാണുന്നത്. സോ ഇത് ഞാൻ പറഞ്ഞു കമ്മ്യൂണിക്കേഷൻ സ്കിൽ മസ്റ്റ് ആണ്. കാരണം നമുക്ക് നമ്മുടെ ലൈഫിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ ഒരാളായിട്ട് എങ്ങനെ ഓരോ കാര്യം നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, റൈറ്റിംഗിലായിരുന്നു സ്പീക്കിംഗ് കാര്യങ്ങളെല്ലാം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾക്ക് ഇൻ കേസ് എവിടെയാണ് നമുക്ക് ലാക്ക് ഓഫ് നോളജ് ഉള്ളത് നമ്മൾ അവിടെ നമ്മൾ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാം. ഇനി അടുത്ത് വരുന്നത് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പലപ്പോഴും നമുക്ക് ഒരു റിച്ച് പേഴ്സൺ ആകാൻ വേണ്ടിയിട്ട് സക്സസ്ഫുള്ളോട്ട് നീങ്ങാൻ വേണ്ടിയിട്ട് പലപ്പോഴും പല കാര്യങ്ങൾ നമുക്ക് അതിന് തടസ്സമാണ്. സോ ആ തടസ്സം എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. സോ 7th ചാപ്റ്റർ അപ്പോൾ നമ്മുടെ ഈ തടസ്സങ്ങൾ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തെ പറ്റിയിട്ടാണ് നോക്കുന്നത്. അതിൽ 5 ടൈപ്പ് ഓഫ് തടസ്സം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒന്ന് ഫിയർ, സിനിസിസം, ലേസിനെസ്, ബാഡ് ഹാബിറ്റ്സ്, അറോഗൻസ്. ഇതിൽ ഈ 5 കാരണങ്ങൾ നമുക്ക് പേടി. കാരണം ഒരു കാര്യം റിസ്ക് എടുക്കാനുള്ള പേടി. പല ആൾക്കാർക്കും എന്താണ് റിസ്ക് എടുക്കാനുള്ള ഭയമുണ്ട്. ഞാൻ ചെയ്താൽ എങ്ങനെയായിരിക്കും ഓരോ കാര്യങ്ങൾ, ഇൻ കേസ് എങ്ങനെ ഫ്ലോപ്പ് ആയി പോയാൽ ഞാൻ ബാക്കി കാര്യങ്ങൾ എങ്ങനെ മീറ്റ് ചെയ്യും. വൺസ് നമ്മൾ സ്റ്റെപ്പ് എടുക്കാൻ തന്നെ നമുക്ക് എന്താണ് ഒരു പേടിക്കുന്ന ഒരു അവസ്ഥ. പിന്നെ കണ്ടുവരുന്ന അവസ്ഥയാണ് സിനിസിസം. എന്ന് വെച്ചാൽ നമ്മൾ തന്നെ മോസ്റ്റ്ലി നമ്മൾ മനസ്സിൽ കൊണ്ട് ഒരു ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ ആകുമോ എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ നമ്മൾ എന്താണ് പ്രെഡിക്റ്റ് ചെയ്യും. എന്താ ചിലപ്പോൾ ഇൻ കേസ് എങ്ങനെ അത് ഫെയിൽ ആയി പോയാലും നമ്മൾ ഒത്തിരി അനാവശ്യമായിട്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത് നമ്മൾ നടക്കുന്ന ഒരു സംഭവം ഉണ്ടാവും. സോ അതിനാണ് സിനിസിസം എന്ന് പറയുന്നത്. പിന്നെ നോക്കുമ്പോഴത്തേക്ക് ലേസിനെസ്, മടി ചെയ്യാനുള്ള ഓരോ സ്റ്റെപ്പ് എടുത്ത്. കാരണം നോർമലി പല ആൾക്കാരും കംഫർട്ട് സോൺ ആകുമ്പോഴത്തേക്കും അവർക്ക് സ്വന്തമായിട്ട് റിസ്ക് എടുക്കാനുള്ള ഒരു മടിയൊക്കെ ഉണ്ടാവും. മടി കാരണം. പിന്നെ ബാഡ് ഹാബിറ്റ്സ്,
അവർക്ക് നല്ല ശീലങ്ങൾ കറക്റ്റായിട്ട് കൊണ്ടുപോകാണ്ട് വരാമ്പോഴത്തേക്കുള്ള ആ ഒരു റീസൺ. പിന്നെ അറോഗൻസ്, അവർക്ക് എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റത്തില്ല അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇതിൻ്റെ ആവശ്യമില്ല എന്ന് സ്വന്തമായിട്ട് നമ്മൾ എന്താണ് എടുക്കുന്ന ഓരോ രീതികൾ. അപ്പൊ ഈ 5 കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഒബ്സ്റ്റാക്കിൾസ് കാണുന്നത്. അപ്പൊ ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാം, ഇത് നമ്മൾ ഓവർകം ചെയ്യണമെങ്കിൽ നമുക്ക് എങ്ങനെ നമ്മുടെ ഗുഡ് ഹാബിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും, നമ്മുടെ പേടി എങ്ങനെ മാറ്റാൻ പറ്റും, മടി എങ്ങനെ മാറ്റാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെ പറ്റി ഇതിൽ പ്രതിപാദിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്, നോർമലി ഒരു എമൗണ്ട് നമുക്ക് ഇൻകം സാലറി നമുക്ക് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ബിസിനസ് വഴി നമുക്ക് ഒരു ഇൻകം കിട്ടുന്നുണ്ട്. ആദ്യം നോർമലി ആൾക്കാർ എന്താ ചെയ്യുന്നത് വെച്ചാൽ, സാധാരണ ആൾക്കാർ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം അവരുടെ ഒന്നുകിൽ ലോണ് അല്ലെങ്കിൽ അവരുടെ കടം, അവരുടെ ബാധ്യതകളെല്ലാം തീർക്കുക, സാധനങ്ങളൊക്കെ മേടിക്കുക, എല്ലാം ചെയ്തിട്ട് അവസാനം എന്തെങ്കിലും മെച്ചം ഉണ്ടെങ്കിലായിരിക്കും സേവിങ്സിലോട്ട് മാറ്റുന്നത്. ഇവിടെ റോബർട്ട് എന്താണ് പറയുന്നത് വെച്ചാൽ, നമ്മൾ സേവിങ്സ് നമ്മൾ തിരിച്ചു വേണം ചെയ്യാൻ. ഒരു എമൗണ്ട് പർട്ടിക്കുലർ നമുക്ക് കിട്ടുന്നതിന്റെ ഒരു 20% ഞാൻ സേവിങ്സിലോട്ട് മാറ്റി വെക്കണം എന്നുള്ള ഒരു ഉദ്ദേശം നമുക്ക് ആദ്യമേ ഉണ്ടാവണം. ഒരു ഇൻകം കിട്ടുമ്പോൾ തന്നെ ആ എമൗണ്ട് നമ്മൾ ആദ്യം സേവിങ്സിലോട്ട് മാറ്റി വെക്കുക. എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ നമ്മൾ എന്താണ് ഡെപ്റ്റ് ഇൻ കേസ് നമ്മുടെ ലോൺ ആയിരുന്നാലും ബാക്കി നമ്മുടെ വീട്ടിലെ പ്രൊവിഷൻസ് എല്ലാം ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് പുള്ളിക്കാരൻ ഇത് പറയുന്നത് വെച്ചാൽ, എല്ലാം കഴിഞ്ഞിട്ട് സേവിങ്സിലോട്ട് മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് നടക്കാൻ പോകുന്നില്ല. സോ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ആദ്യമേ സേവിങ്സിലോട്ട് മാറ്റി വെക്കുമ്പോൾ ബാക്കി എമൗണ്ട് കുറച്ച് പിടിക്കുകയാണെങ്കിലും നമ്മൾ ക്യാഷ് ഉണ്ടാക്കണം എന്നുള്ള ഒരു ടെൻഡൻസി നമുക്ക് കൂടും. ആ ടെൻഡൻസി കൂടുമ്പോൾ നമുക്ക് കൂടുതൽ ക്യാഷ് ഉണ്ടാക്കണം, ആ ഒരു നില വരുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യും. സോ അതുകൊണ്ട് ഇദ്ദേഹം ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് വെച്ചാൽ, ആദ്യം നമ്മൾ നമ്മുടെ ഫിനാൻഷ്യൽ സ്ട്രോങ്ങർ ആവണമെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടി നമ്മൾ സേവ് ചെയ്യുക, നമ്മൾ സേവിങ്സിലോട്ട് ആദ്യം മാറ്റി വെക്കുക. എന്നിട്ട് വേണം ബാക്കി എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യണം എന്നുള്ള കാര്യം ഇതിൽ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ചാപ്റ്റർ 8 പറഞ്ഞിട്ടുണ്ട് നമുക്ക് എങ്ങനെ ഇതൊക്കെ തുടങ്ങാൻ പറ്റും. ഇതിലൊരു കോട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ, നമ്മുടെ ചുറ്റും എന്തുണ്ട്, ഒരു സ്വർണ്ണ കൂമ്പാരം തന്നെയുണ്ട്, പക്ഷെ നമ്മൾ ആരും പലപ്പോഴും അത് കാണുന്നില്ല. നേരത്തെ പറഞ്ഞു വെച്ചാൽ ഓപ്പർച്യൂണിറ്റീസ്, കുറെ സാധ്യതകളുണ്ട്, പക്ഷെ അത് കാണാനോ മനസ്സിലാക്കാനോ നമ്മൾ ആരും ശ്രമിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇതിലൊരു 10 പോയിന്റ്സ് 10 സ്റ്റെപ്സ് പറഞ്ഞിട്ടുണ്ട്. അതായത് ദൈവമായിട്ട് നമുക്ക് തന്നെ ഒത്തിരി പവേഴ്സ് ഉണ്ട്, ഒത്തിരി നല്ല പവർ നമുക്കുണ്ട്, പക്ഷെ പലപ്പോഴും നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല, നമ്മുടെ ലൈഫ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നില്ല. സോ എന്തൊക്കെ ചെയ്താൽ നമുക്ക് ആ സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ നമുക്ക് ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റും എന്നുവെച്ചാൽ ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഫൈൻഡ് എ റീസൺ ഗ്രേറ്റർ ദാൻ റിയാലിറ്റി. റിയാലിറ്റിനെക്കാട്ടിലും എന്താണ് വലുതായിട്ടുള്ള ഒരു റീസൺ, ഒരു കാരണം നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഒരു കാര്യം നേടണമെങ്കിൽ അതിന്റെ സ്പിരിറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഒരു കാര്യം നമുക്ക് ഇത്ര രൂപ എമൗണ്ട് നേടണം, അല്ലെങ്കിൽ എന്താണ് ലൈഫിൽ സക്സസ്ഫുൾ ആവണം, അതിനുള്ളൊരു സ്പിരിറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ഡെയിലി നമ്മൾ അതിന് വേണ്ടിയുള്ള ചോയ്സസ് കണ്ടെത്തുക. എന്തൊക്കെയാണ് നമ്മൾ ഡു ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കുന്ന പോലെ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നുള്ള രീതിയിൽ നമ്മൾ പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ ചോയ്സസ് നമ്മൾ റെഡിയാക്കുക. പിന്നെ നമ്മുടെ കൂടെയുള്ള അസോസിയേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് നമ്മൾ കെയർഫുൾ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുക. ഇപ്പൊ നമുക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ ജസ്റ്റ് അതിനെ പറ്റുന്ന കൂടുതൽ നെഗറ്റീവ് ആയിട്ടുള്ള കൂടുതൽ ആൾക്കാരടുത്ത് നമ്മൾ ഇൻവോൾവ് ആവുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് അതേപോലെ ആയിപ്പോകും. പക്ഷെ നമ്മൾ എടുക്കുന്ന ഫ്രണ്ട് സർക്കിൾ എപ്പോഴും പോസിറ്റീവ് അപ്രോച്ചുള്ള ആൾക്കാരാണ്, ലൈഫിൽ സക്സസ്ഫുൾ ആവണം, അതിന് വേണ്ടിയിട്ട് എനോമസ് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കും ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ നമുക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആവും. അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുക, ലൈക്ക് പവർ ഓഫ് ലേണിംഗ്, നമ്മൾ പുതിയ ട്രേഡ് സ്കിൽസ് ഒക്കെ പഠിക്കാനുള്ള ഒരു മനോഭാവം കാണിക്കുക. അത് മാത്രം നമുക്ക് സെൽഫ് ഡിസിപ്ലിൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. പല ആൾക്കാർക്കും പല കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്, പക്ഷെ എല്ലാം ഒരു ഡിസിപ്ലിൻ അല്ലാതെ ഓർഡർ അല്ലാതായിരിക്കും ചെയ്യുന്നത്. നമ്മുടെ ലൈഫിൽ തന്നെ ഓരോ ശീലങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഡിസിപ്ലിൻ ആക്കുക. അടുത്ത് പറയുന്ന ഒരു പോയിന്റ് എന്ന് വെച്ചാൽ, നമ്മുടെ കൂടെ ഇപ്പൊ നോർമലി നമുക്ക് ഒരു റിയൽ എസ്റ്റേറ്റ് ഒക്കെ ചെയ്യുമ്പോഴും ഒരാൾ ഒരു വീട് വാടകയ്ക്ക് കൊടുക്കണമെങ്കിൽ പലപ്പോഴും അവർ തന്നെ സ്വയമായിട്ട് നിന്ന് വാടകയ്ക്ക് കൊടുക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ഒരു വീട് വിൽക്കണമെങ്കിൽ അവർ തന്നെ നിന്ന് ചെയ്യിപ്പിക്കാൻ നോക്കും. പലപ്പോഴും നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മുടെ സമയവും നമ്മുടെ ഒക്കെയാണ് വേസ്റ്റ് ആവുന്നത്. അതേസമയം നമ്മുടെ കൂടെ ഒരു ബ്രോക്കറിനൊക്കെ നമ്മൾ വെക്കുന്നുണ്ടെങ്കിൽ അവർ തന്നെ നമുക്ക് ആളെ കൊണ്ടുവരും. നമ്മളിതിന്റെ ഇടയിൽ നമ്മൾ അറിയേണ്ട ആവശ്യമില്ല, നമ്മുടെ ബിസിനസ്സും കാര്യമൊക്കെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. സോ കൂടെ നിൽക്കുക, നമുക്ക് ഒരാൾ അഡ്വൈസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഒരാൾ ഉണ്ട്, അവർക്ക് സമയത്ത് നമ്മൾ കൃത്യമായിട്ട് അവർക്ക് ഒരു സപ്പോർട്ട് നമുക്ക് പേ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മൾ ഇങ്ങോട്ട് റിസീവ് ചെയ്യുന്നതിനെക്കാട്ടിലും അങ്ങോട്ട് കൊടുത്ത് മേടിക്കാൻ നമ്മൾ ശ്രമിക്കുക. പലപ്പോഴും പല ആൾക്കാരും ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് ഇങ്ങോട്ട് മതി, ഒന്നും അങ്ങോട്ട് കൊടുക്കാറില്ല. ഇപ്പൊ നോർമലി നമ്മൾ കിട്ടുന്ന ഒരു എമൗണ്ട് നമ്മൾ ഒന്നിൽ നമ്മുടെ റിലീജിയസ് പർപ്പസിനോ അല്ലെങ്കിൽ ചാരിറ്റിക്കോ എന്തെങ്കിലും നമ്മൾ അങ്ങോട്ട് കൊടുക്കുക. ഇൻ കേസ് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കായിരിക്കും നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നത്. സോ പവർ ഓഫ് ഗിവിംഗ്, നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴത്തോളം നമുക്ക് റിസീവിങ് പവറും കൂടാറുണ്ട്. അതേപോലെ നമുക്ക് കിട്ടുന്ന, നേരത്തെ പറഞ്ഞു,
നമ്മുടെ ഉള്ള ഇൻകം വെച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ കിട്ടുന്ന അസറ്റിന് കിട്ടുന്ന ഇൻകം വെച്ചിട്ട് വേണം നമ്മൾ ലക്ഷറീസ് ബൈ ചെയ്യുന്നത്. വീടായിരുന്നാലും കാർ ആയിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മുടെ അസറ്റ്സിന് കിട്ടുന്ന ഇൻകം വെച്ചിട്ട് വേണം നമ്മൾ ലക്ഷറീസ് മേടിക്കാൻ. പിന്നെ നമ്മളെ ചുറ്റും നമുക്ക് നോക്കുമ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള പല ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ പറ്റി നമ്മൾ മനസ്സിലാക്കുക, അവരെങ്ങനെ സക്സസ്ഫുൾ ഓൺട്രപ്രണർ ആകാൻ പറ്റി എന്നുള്ള കാര്യങ്ങളും പറ്റി മനസ്സിലാക്കുക. അത് മാത്രമല്ല നമ്മൾ എന്താണ് മറ്റുള്ളവർ നമുക്കുള്ള നോളജ് മറ്റുള്ളവർക്ക് നമ്മൾ പകർന്നു കൊടുക്കുക. സോ പലപ്പോഴും പല ആൾക്കാരുണ്ട്, എന്റെ നോളജ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, ഞാൻ മാത്രം നന്നായി മതി എന്നുള്ള ഒരു ചുരുങ്ങിയ ചിന്താഗതിയിലാവാണ്ട് നമ്മൾ ബ്രോഡ് മൈൻഡഡ് ആവണം എന്നുള്ള രീതിയാണ് ചാപ്റ്റർ 8 ഇതിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ വരുന്നത് വെച്ചാൽ നമ്മൾ 9ാമത്തെ ചാപ്റ്ററിൽ നോക്കുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും കുറച്ചുകൂടി നല്ല ബോൾഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഐഡിയാസ് നമുക്ക് കുറച്ചും കൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല പോയിന്റ്സ് അതിൽ പറയുന്നുണ്ട്. നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇൻകം ഒന്നും അധികം നന്നായിട്ട് ജനറേറ്റ് ചെയ്ത് നമ്മൾ ഇപ്പൊ എന്ത് ചെയ്യുന്നു അതിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ അതിനെപ്പറ്റി നന്നായിട്ട് ചിന്തിക്കുക, എങ്ങനെ നമുക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു എമൗണ്ട് നമുക്ക് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അതിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക എന്ന് പറയുന്നുണ്ട്. പുതിയ പുതിയ ഐഡിയാസ്, നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റി നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പൊ പുതിയ ഐഡിയാസിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അത് മാത്രമല്ല ക്ലാസ്സസ് അതേപോലെ സെമിനാർസ് ഒക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുക, ബുക്സ് ഒക്കെ മേടിക്കുക, വായിക്കുക, മനസ്സിലാക്കുക, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സോ ഒരു ഫിനാൻസ് കീപ്പ് ചെയ്യണമെങ്കിൽ അപ്പോൾ മെയിൻ ആയിട്ട് അദ്ദേഹം പറയുന്നത് വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്ന് വേണം തുടങ്ങാം. ഇപ്പൊ നോർമലി ആൾക്കാർ എന്ന് വെച്ചാൽ ഒരു എംപ്ലോയി ആയിരിക്കും. ഇതിൽ 4 ടൈപ്പ് ഓഫ് പീപ്പിളിനെ പറ്റി പറയുന്നുണ്ട്. ഒന്ന് ഒരു എംപ്ലോയി വെച്ചാൽ നോർമൽ ഒരു ജോലി വർക്ക് ചെയ്യുന്ന ഒരാൾ എംപ്ലോയി. രണ്ടാമെന്ന് വെച്ചാൽ സെൽഫ് എംപ്ലോയിഡ്, സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ഒരാളാണ് സെൽഫ് എംപ്ലോയിഡ് എന്ന് പറയുന്നത്. പിന്നീടാണ് മൂന്നാമത് ഒരു ഓൺട്രപ്രണർ ആയിട്ട് മാറുന്നത്. നാലാമതാണ് ഒരു ഇൻവെസ്റ്റർ ആയിട്ട് മാറുന്നത്. സോ എപ്പോഴും നമ്മളൊരു ഓൺട്രപ്രണർ ആയിട്ട് നിൽക്കുവാണെങ്കിൽ നമുക്ക് നല്ലൊരു മണി മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ നമുക്ക് കീപ്പ് ചെയ്താൽ നമുക്ക് നല്ലൊരു ഓൺട്രപ്രണർ ആകാൻ പറ്റും. അതേപോലെ ഒരു ക്യാഷ് ഫ്ലോയും കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് വരും. സോ ഈ ഒരു 9 ചാപ്റ്റേഴ്സ് ആണ് സിംപ്ലിഫൈ ചെയ്തിട്ടുള്ളത്. വെച്ചാൽ നമുക്ക് കുറച്ച് നോക്കുമ്പോഴും സിംപ്ലിഫൈ ആയിട്ട് തോന്നും, പക്ഷെ ചിലത് നോക്കുമ്പോൾ കുറച്ച് ടഫായിട്ട് തോന്നുന്നുണ്ട്. ഈ ഒരു ബുക്ക് ആമസോണിൽ ഞാൻ മേടിച്ചത്, ഞാൻ ഓൾറെഡി ഇത് എനിക്ക് എൻ്റെ ഇരിക്കുന്ന 2ാമത്തെ റിച്ച്ഡാഡ് പൂർ ഡാഡ് ആണ്. കാരണം ഇത്തരത്തെ ഈ ബുക്കിന്റെ പ്രത്യേകത വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നോട്ട്സ് എഴുതാൻ വേണ്ടിയിട്ട് പ്രത്യേക സ്പേസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് വീണ്ടും ഒരു സ്റ്റഡി സെഷൻ ആയിട്ട് ഇത് മാറ്റി വച്ചിട്ടുണ്ട്. സോ റിച്ച് ഡാഡ് പൂർ ഡാഡ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഏറെക്കുറെയൊക്കെ മനസ്സിലാകുന്ന ഞാൻ കരുതുന്നുണ്ട്. സോ എപ്പോഴും നമുക്ക് എന്താണ് നമ്മൾ നോർമൽ ഇപ്പോൾ ജീവിക്കുന്ന പോലെ കുറച്ചും കൂടെ നല്ല രീതിയിൽ നമ്മൾ എന്താണ് ഒരു അപ്ഗ്രേഡഡ് നമ്മൾ പോകണമെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥ മനസ്സിലാക്കിയിട്ട് എവിടെയൊക്കെ നമ്മൾ റെഡിയാക്കണം, അത് നമ്മൾ ഫിനാൻസ് മാനേജ് നമ്മൾ ക്ലിയർ ചെയ്യണം. ഇപ്പൊ പലപ്പോഴും പല ആൾക്കാരും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വരവ് ചെലവ് കണക്ക് പോലെ എഴുതാത്ത പല ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഉണ്ടാവണം. അത് ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കേണ്ടത് അസറ്റ് കോളം എപ്പോഴും ഹയർ ആയിട്ട് നിന്നാൽ മാത്രമേ നമുക്ക് എന്താണ് നോർമൽ ലൈഫിൽ നിന്നെക്കാട്ടിൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ. സോ വായിക്കാത്ത ആൾക്കാർ ഇതൊന്ന് വായിക്കാൻ ശ്രമിക്കുക. റിച്ച് ഡാഡ് പൂർ ഡാഡ് ബൈ റോബർട്ട് കിയോസാക്കി എന്തായാലും നല്ലൊരു ബുക്കായിരിക്കും. എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ സെക്ഷൻ. താങ്ക് യു മാം. നല്ലൊരു സെക്ഷനായിരുന്നു, ഒരു ബുക്ക് റിവ്യൂ. എന്തായാലും ബുക്കിന്റെ ആൾക്കാർ കുറെ ആളുകളുണ്ട് ഇതിൽ. ഫീഡ്ബാക്കുമായിട്ട് അവർ വരും എന്ന് പ്രതീക്ഷിക്കാം. ആരാണ് ഫീഡ്ബാക്ക് പറയുന്നത്? രഞ്ജിത്ത് സാർ ഒന്ന് പറഞ്ഞോളൂ, എങ്ങനെയുണ്ട് അറിയാലോ. ഞാനിത് ഒരു കുറെ കാലം മുമ്പ് വായിച്ചിട്ടുള്ള ബുക്കാണ്. എന്തായാലും മാഡം അത് നന്നായിട്ട് റിവ്യൂ ചെയ്തു. ഇത് ആക്ച്വലി ശരിക്കും ഒരു ബുക്കല്ല, ഒരു സീരിയസ് വായനയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു സ്റ്റഡി മെറ്റീരിയൽ പോലെ വായിക്കാൻ പറ്റുന്ന ഒറ്റ വായനയിലൊന്നും നമ്മൾക്ക് അങ്ങ് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്ന ഒരു സാധനമല്ല. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഇഷ്ടപ്പെട്ട്, സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ട് ആരെങ്കിലുമൊക്കെ സജസ്റ്റ് ചെയ്തിട്ട് വായിക്കുമ്പോഴാണ് ഇത് കുറച്ച് ഇരുന്ന് മെനക്കെട്ട് വായിക്കുമ്പോഴാണ് ഇത് കിട്ടണമെന്ന് തോന്നുന്നു. അപ്പം മാം അത് പറഞ്ഞപ്പോൾ ഇത് വായിക്കാൻ താല്പര്യമുള്ളവർക്ക് ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടി. അത് ഇനി വായിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നേരിട്ട് വായിക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനൊക്കെ പറ്റും തോന്നുന്നു. നന്നായിട്ടുണ്ടായിരുന്നു. അത് ഒരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിനൊക്കെ ആവശ്യമായിട്ടുള്ള ആൾക്കാർ ഇത് വായിച്ചു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഇൻസൈറ്റ് കിട്ടുന്ന ഒരു ബുക്കാണ്. ഞാൻ എത്രയോ അറ്റംപ്റ്റ് നടത്തിയതിന് ശേഷമാണ് തോന്നുന്നു അത് കംപ്ലീറ്റ് ആക്കി. എന്നിട്ട് പോലും എനിക്ക് അതിൻ്റെ ഓരോ പേജും ഓരോ ഇതും ഒരുപാട്
നമുക്ക് വായിച്ചെടുത്ത് കുറച്ച് ഇവാലുവേറ്റ് ചെയ്യാനൊക്കെ അവരെ അസസ് ചെയ്യാനും സ്വന്തമായിട്ട് അനലൈസ് ചെയ്യാനൊക്കെ ഒരുപാട് സ്കോപ്പുള്ളൊരു ബുക്കാണ്. മാം എന്തായാലും അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നന്നായിട്ട് ആയി. അത് ആ ടേസ്റ്റും പ്രിഫറൻസൊക്കെ ഉള്ള ആൾക്കാർക്ക് അത് നന്നായിട്ട് ഗുണം ചെയ്യും തോന്നുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. വേറെ ആരുമില്ല? പറഞ്ഞോളൂ. എന്താണ്? മറ്റേ വജീ സാർ പറയാൻ റെഡി ആയിട്ടുണ്ട്. പറഞ്ഞോളൂ. മാഡം, മാജിക് മോർണിംഗ്. ഞാൻ 2020 ഈ ബുക്ക് വാങ്ങിയതാണ്. എന്നിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തിയ ഒരു ബുക്കാണത്. അതൊന്നും കൂടി വിശദമായിട്ട് മാഡം പറഞ്ഞു. വളരെ നന്ദി. എല്ലാവരും ഈ ബുക്ക് വായിക്കുക. നല്ലൊരു ഇതാണ്. ചേഞ്ച് ആഗ്രഹിക്കുന്ന എല്ലാവരും. താങ്ക് യു. ഓക്കെ, താങ്ക് യു വജീ സാർ. വേറെ പറഞ്ഞോളൂ. മണിസാർ പറഞ്ഞോളൂ. മാജിക് മോർണിംഗ്. ജനമ്മ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. നല്ലൊരു പ്രസന്റേഷൻ ആണ്. ഇത്രയും വലിയ ബുക്കുകളിലെ കാര്യങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് അവതരിപ്പിച്ചത് വളരെയധികം ഭംഗിയായിട്ടുണ്ട്. അപ്പം റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറയുമ്പോൾ ആ റിച്ച് ആൾക്കാർ അവരെ മൈൻഡ് സെറ്റ് എങ്ങനെയാന്നുള്ളതാണ് അതിൽ പറയുന്നത്. അതുകൊണ്ടുള്ള ഗുണങ്ങളും അതിൽ പറയുന്നുണ്ട്. അപ്പം അവർക്ക് പൈസ അവർക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുക. പുവറായിട്ടുള്ള ആൾക്കാർ അവര് പൈസക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് റിച്ച് ആയിട്ടുള്ള ആൾക്കാർ അവര് ആദ്യം കിട്ടുന്ന പൈസ വരുമാനത്തിൽ ആദ്യം അവര് സേവിങ്സ് ചെയ്തതിന് ബാക്കിയുള്ളതിലാണ് എക്സ്പെൻഡിച്ചർ വരിക. അപ്പൊ അത് തികയാതെ വരികയാണെങ്കിൽ അതിനുവേണ്ടി കൂടുതൽ മറ്റ് മേഖലകളിൽ പ്രവർത്തിച്ച് ആ പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുള്ളതാണ്. അപ്പം അവര് ശരിക്കും പറഞ്ഞാല് അവര് പിന്നെയും ഇൻകം വർദ്ധിക്കാനുള്ള പല മാർഗങ്ങളും പൈസ അവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക, അതായത് പാസീവ് ഇൻകം എന്നുള്ള ഒരു ഇതിലാണ്. ഇൻവെസ്റ്റ് ചെയ്തിട്ട് വാടകയായിട്ടോ ലാൻഡായിട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് വരുന്ന അഡീഷണൽ ആയിട്ട് ഒരു ഇൻകം, പല തരത്തിലുള്ള ഇൻകം വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. സാലറീഡ് എംപ്ലോയീസ് ആയാലും ശരി, പാവപ്പെട്ട ആൾക്കാരായാലും ശരി, ഒരു നിശ്ചിത സംഖ്യ മാത്രമേ വരുള്ളൂ. അതിൽ ഒതുങ്ങിക്കൂടണം. അതിൽ കുറച്ച് കടങ്ങളും അതും ഇതായിട്ട് പോകുന്നുള്ളതാണ്. അപ്പൊ വളരെ മനോഹരമായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ റിച്ച് ആകേണ്ട ആൾക്കാർ ഫിനാൻഷ്യൽ ലിറ്ററസി എങ്ങനെയുണ്ട് അതിനെ പറ്റിയിട്ട് കൂടുതൽ പഠിക്കണം. ഡിസിപ്ലിൻഡ് ആകണം, ധൈര്യം വേണം, അതായത് റിസ്ക് എടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് വേണം. അങ്ങനെ പല കാര്യങ്ങളും ഇതുണ്ട്. ഏതായാലും വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മണി സാറേ. യെസ്, വളരെ നന്നായിരുന്നു. ആദ്യം മുതൽ അവസാനം വരെയും 1 മിനിറ്റ് പോലും ശ്വാസം വിടാണ്ട് അത്രയും സ്പീഡിലും അത്രയും എക്സ്പ്ലെയിൻഡ് ആയിട്ടും ചെയ്തു. വളരെ നന്നായിട്ടുണ്ട്. പക്ഷേ ഈ ബുക്ക് കുറച്ചുകൂടി നേരത്തെ മേടിക്കണം എന്ന് തോന്നിയിരുന്നായിരുന്നു. വളരെ വൈകിപ്പോയി. എന്തായാലും അതിൻ്റെ ഫ്രണ്ട് പേജ് ബാനർ ഒന്ന് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഫോട്ടോ എടുത്ത് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ നന്നായിരിക്കും. താങ്ക് യു സോ മച്ച്. പറഞ്ഞോളൂ ശീല മാം. ശീല മാം പറഞ്ഞോളൂ. ഓക്കെ, ഗുഡ് മോർണിംഗ് ടു ഓൾ. നല്ലൊരു പ്രസന്റേഷൻ. കാരണം സത്യം പറഞ്ഞാൽ ആ ബുക്ക് വാങ്ങിച്ച് എൻ്റെ മേശപ്പുറത്ത് വെച്ചിട്ട് കുറച്ച് നാളായി, വായിക്കാൻ പറ്റിയിട്ടില്ല. നല്ല രീതിയിൽ അത് ആ ബുക്ക് വായിച്ചത് മാത്രമുള്ള ഒരു നോളജാണ് അതിൽ നിന്ന് കിട്ടിയത്. പിന്നെ സത്യം പറഞ്ഞാൽ ഈ ബുക്ക് പ്രസന്റേഷൻ നടത്തിയപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താന്ന് ചോദിച്ചാൽ, ആ ബുക്ക് വായിച്ച് നമ്മുടെ മുമ്പിൽ ഇത്രമാത്രം പ്രസന്റ് ചെയ്യണമെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്ക് എത്ര പ്രാവശ്യം വായിച്ചിട്ടായിരിക്കും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം നമ്മൾ ഒരാൾക്കൊരു കാര്യം പ്രസന്റ് ചെയ്യുമ്പോഴത്തേക്കും അത് ആ വ്യക്തിക്ക് നന്നായിട്ട് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത് നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്താലേ പറ്റൂ. ഇപ്പം നമ്മളൊക്കെ ഈ ബുക്കിന്റെ റിവ്യൂ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പൊ ഇവിടെ പറഞ്ഞു നമ്മൾ നേരത്തെ വായിക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് കേട്ടപ്പോൾ ശരിക്കും ജീവിതത്തിൽ വിജയിക്കണം എന്നുള്ള ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും അതിൽ പറഞ്ഞേക്കുന്ന ഓരോ ചാപ്റ്ററിലും പറഞ്ഞേക്കുന്ന പോയിന്റ്സ് വളരെയധികം പ്രയോജനം ചെയ്യുന്ന തരത്തിലുള്ള പോയിന്റ്സും ആ ഒരു പോയിന്റ്സ് ഒക്കെ വെച്ചായിരിക്കും നമ്മുടെ ലോകത്തിൽ ഉയർന്നിട്ടുള്ള വ്യക്തികളൊക്കെ ഉയർന്നേക്കുന്നത്. കാരണം നമ്മുടെ ഓരോ ക്ലാസ്സുകളിലും ഈ റിച്ച് ഡാഡ് പുവർ ഡാഡിന്റെ എക്സാമ്പിൾ പറയാറുണ്ട്. എന്നിട്ട് പോലും കംപ്ലീറ്റ് ആയിട്ട് അതൊന്നും വായിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും നല്ലൊരു അറിവ് പകർന്നു തന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ശീല മാം. വേറെ ആർക്കെങ്കിലും പറയണ്ടോ? ഞാനൊരു കാര്യം പറഞ്ഞിട്ടെ.
പറഞ്ഞോ. നമുക്ക് ഈ ബുക്ക് ഒറ്റ വൺ റീഡിങ്ങിലും കൊണ്ട് തീരത്തില്ല. നമുക്ക് 2-3 പ്രാവശ്യം നമ്മൾ വായിച്ചാലേ പറ്റത്തുള്ളൂ. ഞാൻ ആക്ച്വലി ഇതിന്റെ വേറൊരു വേർഷൻ ബുക്കാണ് എൻ്റെ ഇരുന്നത്. അപ്പോൾ അത് വായിച്ച് എനിക്ക് അത്രയും സാറ്റിസ്ഫാക്ഷൻ ആയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇച്ചിരി കാണുമ്പോൾ ബൾക്കായിട്ട് തോന്നും, പക്ഷെ ഇത്രയല്ല. കാരണം ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ സ്റ്റഡി സെക്ഷൻ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഏരിയ ഇതിന്റെ അകത്തുണ്ട്. നമുക്ക് പറ്റുന്ന ഒരു നോട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ സിംപ്ലിഫൈഡ് സെക്ഷൻ ഒക്കെ. സോ ഈ ബുക്ക് ഒരു പ്രാവശ്യം വായിച്ചെന്ന് പറഞ്ഞാൽ അതിന്റെ കൺസെപ്റ്റ് ഒക്കെ നമുക്ക് മനസ്സിലാവണമല്ലോ. അറ്റ്ലീസ്റ്റ് ഒരു 2 to 3 ടൈംസ് എങ്കിലും നമ്മൾ വായിച്ചാലേ അതിന്റെ കൺസെപ്റ്റ് ഒക്കെ മനസ്സിലാവത്തുള്ളൂ. അത്രയും ഒരു നല്ലൊരു ബുക്കാണ്. ഒന്ന് വായിച്ചാൽ നമുക്ക് തന്നെ ആദ്യമൊക്കെ കുറെ കൺഫ്യൂസ്ഡ് ആവും, പക്ഷെ പതിയെ പതിയെ നമുക്ക് അതിന്റെ കൺസെപ്റ്റുകളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാവാൻ പറ്റും. അപ്പോൾ വായിക്കുമ്പോൾ ആ ഒരു എങ്ങനെയും വായിച്ച് തീരണമെന്നല്ലോ, നമ്മൾ സ്വസ്ഥമായിട്ട് വന്ന് ഇരുന്ന് ഫ്രീ ആയിട്ട് സമയത്ത് വായിക്കാനുള്ള ഒരു നല്ലൊരു ബുക്കാണ്. നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ബുക്ക് തന്നെയാണ്. എല്ലാവരും ഒന്ന് ഞാൻ എന്റെ ലിങ്ക് എന്റെ ലിങ്ക് ഇപ്പൊ എൻ്റെ ഇല്ല, ഞാൻ കറക്റ്റ് ഫോട്ടോ എടുത്ത് ഞാൻ ഇട്ടേക്കാം ഗ്രൂപ്പിൽ. ആമസോണിൽ ഈ സാധനം കിട്ടും. ആമസോണിൽ നിന്നാണ് ഇത് മേടിച്ചത്. ഇൻ കേസ് ലിങ്ക് ഞാൻ കിട്ടുവാണെങ്കിൽ ഞാൻ എപ്പോഴും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ആസ് ഓഫ് നൗ അതിപ്പോ എൻ്റെ ഇല്ല. ഓക്കെ. എല്ലാ വേറെ മേജർ ബുക്ക് സ്റ്റാളിലും ഈ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് മാം. ബുക്ക് സ്റ്റാളുണ്ട്. എസ്പെഷ്യലി ആ. DC ബുക്സിലുണ്ട്. ഇല്ല, ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ ഇതിൽ സ്റ്റഡി സെക്ഷൻ നമ്മൾ പ്രത്യേകിച്ച് ഒരു ഏരിയ തന്നെ ഉണ്ട്. സ്റ്റഡി സെക്ഷൻ നമുക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടോ, നോട്ട്സ് സ്റ്റഡി സെക്ഷൻ പറഞ്ഞ് അതിന്റെ ചാപ്റ്ററിന്റെ സമ്മറി വീണ്ടും എടുത്ത് നമ്മൾ എടുക്കാറുണ്ട്. ഇതിന്റെ വേറൊരു ബുക്ക് എൻ്റെ ഉണ്ടായിരുന്നു. അത് എനിക്ക് അത്രയും ഒരു ഡൈജസ്റ്റ് ആവത്തോണ്ടാണ് ഞാൻ ഒരു ബുക്ക് തന്നെ നോക്കി മേടിച്ചത് തന്നെ സംഭവം. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത, ഈ ഒരു ബുക്കിന്റെ പ്രത്യേകത. സോ എല്ലാത്തിലും കിട്ടണമല്ലോ. എന്തായാലും ഞാൻ ഇട്ട് നിൽക്കാം, നോക്കുക. ഇൻ കേസ് ഇതിനെ കിട്ടണമെങ്കിൽ ഇല്ലെങ്കിൽ ആമസോണിൽ എന്റെ ലിങ്ക് കിട്ടണമെങ്കിൽ ഞാൻ അത് ഷെയർ ആക്കി. ഇപ്പൊ ആസ് ഓഫ് നൗ അതെന്റെ ഇല്ല. ഇപ്പൊ നോർമലി ബുക്കുകളൊക്കെ ഞാൻ വായിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ബുക്ക് വായിച്ചത് അതിനകത്ത് നമുക്ക് കുറച്ച് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കറക്റ്റ് ആയിട്ട് ഒരു സ്പേസ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ചിലപ്പോൾ നമ്മുടേതായ കുറെ ഒപ്പീനിയൻ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാമല്ലോ. അതാ ഉദ്ദേശം. ഓക്കെ മാം, താങ്ക് യു. എന്തായാലും എല്ലാവരും ഇതേപോലെ ബി മാജിക്കിന്റെ ഓരോ മെമ്പർമാരും ഓരോ ക്ലാസ് ആയിട്ട് വരിക, സെക്ഷനായിട്ട് വരിക, ബുക്ക് റിവ്യൂ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മേഖല, ഓരോരുത്തർക്കും ഓരോ മേഖല ഉണ്ടോ അല്ലേ? ചില ആൾക്കാർക്ക് ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. ഇപ്പോൾ ബൈജു സാറ്, അതുപോലെ തന്നെ ഇവരൊക്കെ അത് ബാങ്ക് പൈസയുമായി കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. മണി സാറ്, അങ്ങനെ ബഷീർ സാറുണ്ട്, പുസ്തകത്തിന്റെ ആളാണ്. എല്ലാ ബേസും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആളാണ്. ചാരിറ്റി ആണെങ്കിൽ ചാരിറ്റി, അതല്ലെങ്കിൽ ഫാമിലി ആണ് ഫാമിലി, എല്ലാ ബേസും സംസാരിക്കാൻ കഴിയുന്ന ഒരാളാണ് നമ്മളെ ബഷീർ സാറ്. അതേപോലെ തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, ഓരോ വിഷയം എടുത്തിട്ട് പ്രസന്റ് ചെയ്ത് പഠിക്കുക. പ്രസന്റ് ചെയ്ത് പഠിക്കുക പറഞ്ഞാൽ നമ്മളൊക്കെ പഠിതാക്കളേനാണ്. അല്ല ആരും തേഞ്ഞവരൊന്നും ഇല്ല അല്ലേ? ആരും തേഞ്ഞവരൊന്നുമില്ല. ഒക്കെ പഠിക്കുക. നമ്മളോട് ഒരു ചാൻസ് ആണ്, ഒരു അവസരമാണിത്. അപ്പൊ അവസരം എല്ലാവരും ഉപയോഗിക്കുക. ദിവ്യ മാം എന്താണ് പറയാനുള്ളത്? പറഞ്ഞോളൂ. ക്യാമറ ഒക്കെ ഓണാക്കി വരിക. എന്താ നിങ്ങൾ മാറിയിരിക്കുന്നത്? താങ്ക് യു മാം, നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഞാൻ എന്താ പറയാ റിച്ച് എത്തിയിട്ടുള്ളൂ. അതും ഫസ്റ്റ് ടൈമാണ് വായിക്കുന്നത്. വർക്ക് ടു ലേൺ ഡോണ്ട് വർക്ക് ഫോർ മണി എന്നുള്ള അവിടെ വരെ എത്തിയിട്ടുള്ളൂ. നല്ലൊരു ഇതായിരുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ വായിച്ചിട്ട് അതിന്റെ നോട്ട്സുകൾ എഴുതി വെക്കുന്നുണ്ട്. ഈവൻ എനിക്ക് തോന്നുന്നു ഇനിയും അത് വായിക്കേണ്ടി വരും. കാരണം നമ്മൾക്ക് അത്രയും അങ്ങോട്ട് ഇത്തിരി ടഫാണ് ബുക്ക്. കറന്റ് ലയബിലിറ്റീസിനെ കുറിച്ചും അതുപോലെ തന്നെ കറന്റ് അസറ്റ്സിനെ കുറിച്ചും എല്ലാം പറയുന്നുണ്ട് ഇതില്. വളരെ ക്ലിയർ ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി അതിൽ ഇൻട്രസ്റ്റ് വരും. ഒരു വട്ടം വായിക്കുമ്പോൾ നമുക്ക് ഇത്തിരി ടഫ് ആവുമ്പോൾ നമ്മളത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. വീണ്ടും അതിനെക്കുറിച്ച് കുറച്ചുകൂടി വിശകലനം ചെയ്ത് വായിക്കുമ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച് ഓരോരോ കാര്യങ്ങളും മനസ്സിലാകുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച് മാം, നല്ലൊരു എഫേർട്ട് എടുത്തതിന്. താങ്ക് യു റസക് സർ. താങ്ക് യു. അപ്പൊ നമുക്ക് 6:34 ആയിട്ടുണ്ട്. ഇന്ന് ഒരുപാട് ആളുകൾ ഫീഡ്ബാക്ക് പറഞ്ഞു. ക്ലാസിന്റെ ആ ഒരു പ്രസന്റേഷന്റെ ഒരു വമ്പാണ് ഇത്രയും ആളുകൾ ഫീഡ്ബാക്ക് പറഞ്ഞത് അല്ലേ? അപ്പോൾ മാം എന്ത് ചെയ്യുക, വീണ്ടും തുടർന്ന് പോകുക ഇതേപോലെയുള്ള ക്ലാസ്സുകളൊക്കെ. ഓക്കെ, എന്താണ് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു. Thank you sir. Thank you so much. Thank you, Gyanam ma'am. Thank you all. Thank you all.